ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പ്ലേറ്റ്യൂ വെയർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സ്. നല്ല സൂപ്പർ പേരല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരെ പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് പറയാൻ പറ്റും. ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ ഇന്ത്യയിലുള്ള പ്ലേറ്റ്യൂവിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഇന്ത്യയിലെ പ്ലേറ്റ്യൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലേറ്റ്യൂവിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഭാഗത്ത് പഠിക്കാനായിട്ട് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്ലേറ്റ്യൂ റീജിയൻ എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് ഇത്രയും ഭാഗം, ഓക്കെ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്ലേറ്റ്യൂ റീജിയനാണ്. എന്ത് റീജിയനാണ്? ഇതാണ് പ്ലേറ്റ്യൂ നമ്മൾ കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പെനിൻസുലാർ പ്ലേറ്റ്യൂ. എന്താണ് പെനിൻസുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന മാപ്പിൻ്റെ ഇടതുവശത്തെന്ന് പറയുന്നത് അറേബ്യൻ സീ ആണ്, വലതുവശത്ത് ബേ ഓഫ് ബംഗാളാണ്, ഈ താഴെ ഭാഗത്തായിട്ട് ഇന്ത്യൻ ഓഷനാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെനിൻസുലാർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പെനിൻസുലാർ. അതായത് ഒരു പെനിൻസുലാർ റീജിയൻ്റെ മൂന്ന് വശം, 1, 2, 3 എന്നിങ്ങനെ ഈ മൂന്ന് വശത്തും എന്തായിരിക്കും? സീ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ബോഡി ആയിരിക്കും. അപ്പോൾ കുറേ സമയമായിട്ട് ഞാൻ ഈ പ്ലേറ്റ്യൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ടേബിൾ ലൈക്ക് ലാൻഡ് ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ഫ്ലാറ്റായിട്ടുള്ള ഒരുപാട് ഏരിയയിലുള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു ലാൻഡ് ഫോമിനെയാണ് നമ്മൾ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. സിമ്പിളായി നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ ടേബിൾ ലൈക്ക് ലാൻഡ് ഫോം. എന്താണ്? ടേബിൾ ലൈക്ക് ലാൻഡ് ഫോമാണ് പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള സ്ഥലത്തിൽ നമ്മൾ ടേബിൾ ഇടുമ്പോൾ എന്തായിരിക്കും? അത് മറ്റ് സ്ഥലത്തിൽ നിന്ന് ഉയർന്നിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളെക്കാൾ ഒരല്പം ഉയർന്ന് ഫ്ലാറ്റായിട്ടുള്ള കുറച്ച് നല്ല എക്സ്റ്റൻഷനുള്ള ഒരു ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. ഈ പ്ലേറ്റ്യൂവിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് പറ്റും. അതെവിടെയാണ് കാണപ്പെടുന്നത്? അതിൻ്റെ ലൊക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്ലേറ്റ്യൂവിനെ മൂന്നായിട്ട് തിരിക്കാം. 1 ഇൻ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ, 2 പിറ്റ്മണ്ട് പ്ലേറ്റ്യൂ, 3 കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. ലൊക്കേഷനാണ് പറയുന്നത്. എന്താണ് മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മൗണ്ടെയിൻ എന്താണ് നമ്മൾ കറക്റ്റ് പറയുന്ന പേര് എന്താണ്? ഇൻ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്നാണ്. എന്താണ് ഇൻ്റർ മൗണ്ടെയിൻ? ഇൻ്റർ എന്ന് വെച്ചാൽ ഇടയ്ക്ക്, മൗണ്ടെയിൻ എന്ന് വെച്ചാൽ മൗണ്ടൻ. 2 മൗണ്ടൻ്റെ ഇടയിലായി കാണപ്പെടുന്ന ടേബിൾ ലൈക്ക് ഉയർന്ന ഫ്ലാറ്റായിട്ടുള്ള ലാൻഡ് ഫോമിനെയാണ് നമ്മൾ ഇൻ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറയും. സോ വാട്ട് ഈസ് ഇൻ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ? ദീസ് ആർ പ്ലേറ്റ്യൂ വിച്ച് ആർ ബോർഡറിങ് ദ ഫോൾഡ് മൗണ്ടൻ. ഓക്കെ, എന്താണ്? ഫോൾഡ് മൗണ്ടനെ ബോർഡർ ചെയ്യുന്ന പ്ലേറ്റ്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലേറ്റ്യൂവിൻ്റെ രണ്ട് വശത്ത് എന്തായിരിക്കും? ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ മടക്ക് പർവ്വതമായിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. കാണാതെ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? പിറ്റ്മണ്ട്, PIEDMONT, പിറ്റ്മണ്ട് പ്ലേറ്റ്യൂ. എന്താ പിറ്റ്മണ്ട് എന്ന് വെച്ചാൽ ഒരു മൗണ്ടൻ്റെ താഴ്വാരത്തിൽ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ പിറ്റ്മണ്ട് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. മൗണ്ടൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് കാണുന്ന ഉയർന്ന ലാൻഡ് ഫോം, ടേബിൾ ലൈക്ക് ലാൻഡ് ഫോം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിറ്റ്മണ്ട് പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് എന്ത്? കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. എന്താണ്? കോണ്ടിനെൻ്റൽ, CONTINENTAL, കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. എന്താ കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ പറഞ്ഞ രണ്ടുമല്ലാതെ ഒരു വശത്ത് കടൽ, മറ്റൊരു വശത്തും കടൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ലാൻഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. അപ്പോൾ നോക്കിയേ, പിഡ്മണ്ട് പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പിഡ്മണ്ട് പ്ലേറ്റ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്യൂസ് വിച്ച് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ മൗണ്ടൻസ് ആൻഡ് ആർ ബൗണ്ടഡ് ഓൺ അതർ സൈഡ്സ് ബൈ എ പ്ലെയിൻ ഓർ എൻ ഓഷ്യൻ. അപ്പോൾ ഒരു സ്ഥലത്ത് മൗണ്ടൻ, മറ്റൊരു സ്ഥലത്ത് ഓഷ്യൻ, ഇടയിൽ വരുന്നത് പിഡ്മണ്ട് പ്ലേറ്റ്യൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ എന്തായിരിക്കും? ബോർഡേഡ് ഓൺ ഓൾ സൈഡ് ബൈ പ്ലെയിൻസ് ഓർ ഓഷ്യൻസ്, അല്ലേ? രണ്ട് വശത്തും കടൽ കൊണ്ട് ചുറ്റപ്പെട്ട പ്ലേറ്റ്യൂനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? നമ്മുടെ ടോപ്പിക്ക് പെനിൻസുലാർ പ്ലേറ്റ്യൂ ആയിരുന്നു, അല്ലേ? എന്താണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ? എന്താ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 3 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്ലേറ്റ്യൂ റീജിയനെയാണ് നമ്മൾ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഇതാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന റീജിയൻ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് താഴോട്ട്, ഇതിനിടയിൽ കാണുന്ന ഈ ഒരു ഭാഗം അത്രയും മറ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡെസേർട്ട് റീജിയനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഉയർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വിളിച്ചു. എന്താണ് പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ പ്രത്യേകത? നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ഹിമാലയൻ മൗണ്ടൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഹിമാലയൻ മൗണ്ടൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പ്ലേറ്റുകൾ പരസ്പരം വന്ന് കൂട്ടിമുട്ടി അതിനിടയിലുള്ളൊരു ഭാഗം ഉയർന്നാണ് എന്ത് ഫോം ചെയ്തത്? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്തത്. അതിൽ കൂട്ടിമുട്ടിയ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണ്. എന്താണ്? ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണ്. ഇത് വന്ന് എവിടെയാണ് ഇടിച്ചത്? യുറേഷ്യൻ പ്ലേറ്റിലാണ് ഇടിച്ചത്. എവിടെയാണ് ഇടിച്ചത്? യുറേഷ്യൻ പ്ലേറ്റിലാണ് വന്ന് ഇടിച്ചത്. തമ്മിൽ വന്ന് ചേർന്ന് കൺവേർജിങ് നടന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അന്ന് വന്നിടിച്ച ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോം. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോം. എവിടെയാണ്? ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന, അല്ലെ, ഗോണ്ട്വാന ലാൻഡിൽ നിന്നൊക്കെ മുറിഞ്ഞു വന്ന ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന ലാൻഡ് ഫോംസിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഏറെക്കുറെ ഒരു ട്രയാങ്കുലാർ ഷേപ്പാണ് ഇതിനുള്ളത്, അല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതാണ്ടൊരു ട്രയാങ്കിളിൻ്റെയൊക്കെ ഒരു ഭാഗം വരുന്നു. നിങ്ങൾക്കൊരു വര കൊടുത്തേ, മുകളും താഴെ ട്രയാങ്കിളൊക്കെ ആയി, അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കുലാർ ഷേപ്പിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ബാക്കി സ്ഥലത്ത് നിന്ന് ഉയർന്നിട്ടാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 600 തൊട്ട് 900 മീറ്റർ വരെയാണ് ഈ പറയുന്ന സ്ഥലം സീ ലെവലിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. മൊത്തം ഏരിയ എന്ന് പറയുന്നത് 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതാണ് 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? മൊത്തം ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റപ്പെട്ടിരുന്ന നോക്കിയാൽ നമുക്ക് മുകളിലെ നോർത്തേൺ ഭാഗത്ത് എന്താ ഉള്ളത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്, അല്ലേ? ഇവിടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്. അതുപോലെ ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു മൗണ്ടൻ കാണുന്നുണ്ട്, അതിൻ്റെ പേര് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ്. ഇവിടെ ഒരു മൗണ്ടൻ കാണുന്നുണ്ട്, അതിൻ്റെ പേര് ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്? ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂ കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ. പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോം ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ തന്നെ പഴക്കം ചെന്ന ലാൻഡ് ഫോമുകളിൽ ഒന്നാണ്. ഏതാണ്ട് ഒരു ട്രയാങ്കുലാർ ഷേപ്പിലാണ്. നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂൻ്റെ ആവറേജ് ഉയരം എന്ന് പറയുന്നത് 600 മുതൽ 900 മീറ്റർ വരെയാണ്. എവിടെയായിരിക്കുന്നത് നോക്കിയേ? ലൈസ് സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അല്ലേ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ സൗത്തിലായിട്ട് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും കൊണ്ട് ബോർഡർ ചെയ്ത് 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ കാണപ്പെടുന്ന റീജിയനാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, മുകളിലത്തെ ഭാഗം നമ്മളതിനെ സെൻട്രൽ ഹൈലാൻഡ് എന്ന് വിളിക്കും. മറ്റൊന്ന് താഴത്തെ ഭാഗം നമ്മളതിനെ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റ്യൂ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ വരച്ചേക്കുന്ന എല്ലാം ഒന്ന് മാച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? പറയുന്ന ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റ്യൂ. ഏതൊക്കെയാണ്? സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റ്യൂ. അപ്പോൾ എവിടെയാണ് ഈ സെൻട്രൽ ഹൈലാൻഡ് വരുന്നത്? ഈ പറയുന്ന ഭാഗം വിന്ധ്യ മൗണ്ടൻ്റെയൊക്കെ ഒരു മുകളിലായിട്ട് ഈ കാണുന്ന ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത്.
എന്നാൽ സത്പുരയ്ക്ക് താഴെയായിട്ട് ഇവിടെ കാണുന്ന മൗണ്ടൻ്റെ പേരാണ് സത്പുര. സത്പുരയ്ക്ക് താഴെയായിട്ട് ഈ വെസ്റ്റേൺ ഘാട്സിനും ഈസ്റ്റേൺ ഘാട്സിനും ഇടയിൽ വരുന്നൊരു ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മുകളിൽ എന്താ ഉള്ളത്? സെൻട്രൽ ഹൈലാൻഡ്. ഓക്കെ, എന്താണ് സെൻട്രൽ ഹൈലാൻഡ്? താഴെയായിട്ടുള്ളതാണെങ്കിലോ അതാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ. എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഡെക്കാൻ പ്ലേറ്റ്യൂവിനെ പറ്റിയാണ്. ഓക്കെ, ആരെ പറ്റിയിട്ടാണ്? ഡെക്കാൻ പ്ലേറ്റ്യൂവിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ സദേൺ ഭാഗം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സദേൺ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ടാണ് വിന്ധ്യ മലനിരകളുള്ളത്. അതിന് താഴെയായിട്ട് എന്താണ് എന്തുള്ളത്? സത്പുര മൗണ്ടൻ ഉള്ളത്. എന്തുള്ളത്? സത്പുര മൗണ്ടൻ. ഓക്കെ, ഇതിനിടയിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? നർമ്മദ. ഇനി സത്പുര റേഞ്ചസ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന 2-3 മൗണ്ടൻസും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മൗണ്ടൻ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മഹാദിയോ അല്ലെങ്കിൽ മഹാദേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു റേഞ്ചസ് വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മൈക്കല റേഞ്ചസ്. എന്താണ്? മൈക്കല റേഞ്ചസ്. അപ്പോൾ നോർത്തിൽ നമ്മൾ നോക്കിയാൽ സത്പുര റേഞ്ചസ്, മഹാദിയോ, മൈക്കല റേഞ്ചസ് കൊണ്ട് ബോർഡർ ചെയ്ത്, ഇനി താഴെയായിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു മൗണ്ടൻ പോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? വെസ്റ്റേൺ ഘാട്സ്. ഇവിടെ ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒഡീഷ വരെയുള്ളത്. ഇതിൻ്റെ പേര് ഈസ്റ്റേൺ ഘാട്സ് എന്നാണ്. അപ്പോൾ ഇതിനൊക്കെ ഇടയിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് മറ്റേ പ്ലേറ്റുകളൊന്ന് ഇടിച്ചു കയറുന്നപ്പോൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ ഇടയ്ക്ക് ലാവ ഫ്ലോ ഒക്കെ ഉണ്ടായിട്ട് ഈ പറയുന്ന ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ക്രിസ്റ്റലൈൻ, ഇതാണ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള റോക്കുകളാണ്. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ലാവ തണുത്തുണ്ടായിട്ടുള്ള ഇഗ്നിയസ് റോക്കുകളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബസാൾട്ട്. എന്താണ്? ബസാൾട്ട്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? പണ്ടുള്ള ഓൾഡ് ലാൻഡ് ഫോമാണ്. ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള ഇഗ്നിയസ് റോക്സ് ആണ്. ഇതെങ്ങനെ ഫോം ചെയ്തു? ലാവയുടെ പ്രവാഹം, ലാവ തണുത്തുറന്നാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ലാൻഡ് ഫോം ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അങ്ങനെയുള്ള ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂവിലെ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഡെക്കാൻ ട്രാപ്പ്. അപ്പോൾ ഈ ലാവ ഫ്ലോ നടന്നത് കാരണം ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്ന റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ എന്ത് റോക്കാണ്? തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ലാവ ഫ്ലോ കാരണം ഉണ്ടായ ഇഗ്നിയസ് റോക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബസാൾട്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നിറയെ ബസാൾട്ട് റോക്കുകളുണ്ട്. ഈ ബസാൾട്ട് റോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ ബസാൾട്ട് റോക്കുകൾ മഴയും വെയിലും ഒക്കെ അടിക്കുന്ന കാരണം പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. നമ്മളതിനെ വെതറിങ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുന്നത്? വെതറിങ്. ഓക്കെ, ഈ വെതറിങ് കാരണം ഇവിടെ ചെറിയ കല്ലുകളായിട്ട് മാറുകയും ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മണ്ണായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ബസാൾട്ട് റോക്കുകൾക്ക് രൂപമാറ്റം വന്ന് ഫോം ചെയ്യുന്ന മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലാക്ക് സോയിൽ എന്നാണ്. അപ്പോൾ ഇവിടെ റെഡ് കളറിലാണ് ഞാൻ കാണിച്ചേക്കുന്നതെങ്കിലും ഇവിടെയുള്ള മണ്ണിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. സോ ആ മണ്ണിൻ്റെ പേരാണ് എന്ത്? ബ്ലാക്ക് soil. So the black soil which is formed by the weathering of the basalt rock പ്രധാനമായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സോയില് നന്നായിട്ട് പരുത്തി കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് വിളിക്കും? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കും. എന്ത് വിളിക്കും? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വിളിച്ചാലും ബ്ലാക്ക് സോയിൽ എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റഗർ സോയിൽ. എന്താണ്? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. റഗർ സോയിൽ എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? ബ്ലാക്ക് സോയിലാണ്. അപ്പോൾ എന്താ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ്റെ പ്രത്യേകത? നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ ബസാൾട്ട് റോക്കുകൾ, അതായത് ലാവ സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്ത റോക്കുകൾ കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഡെക്കാൻ ട്രാപ്പ് റീജിയൻ. ഇവിടെ ഈ പാറകൾക്ക് വെതറിങ് സംഭവിച്ചു ഇവിടെ ഫോം ചെയ്ത മണ്ണിൻ്റെ നിറം ഏതാണ്ട് കറുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള മണ്ണിനെ ബ്ലാക്ക് സോയിൽ എന്ന് വിളിക്കും. ഈ ബ്ലാക്ക് സോയിലിന് മറ്റൊരു പേര് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ്. എന്തുകൊണ്ട്? കോട്ടൺ കൾട്ടിവേഷന് പറ്റിയ മണ്ണായതുകൊണ്ട്.
അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? റഗർ സോയിൽ എന്നും വിളിക്കും. ഇതിന് ഈർപ്പം അബ്സോർബ് ചെയ്ത് നിർത്താനുള്ള, വാട്ടർ റിട്ടൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പോലും നമുക്കിവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി നടക്കുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വരുന്ന മണ്ണ് ഏതാണ്? അത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ഓക്കെ, ഉത്തർപ്രദേശിലും നോർത്തേൺ പ്ലെയിൻസിലും ആയിരുന്നെങ്കിലും ഇന്ന് അതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നുണ്ട്? കൃഷിയുടെ കാര്യത്തിൽ ഈ മഹാരാഷ്ട്രയുടെയൊക്കെ ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മുംബൈ മഹാരാഷ്ട്ര റീജിയൻസിൽ. അപ്പോൾ അവിടെ കാണുന്ന സോയിലാണ് ഏതെന്ന് പറയുന്നത്? ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് എന്ത്? ഡെക്കാൻ പ്ലേറ്റ്. അപ്പോൾ എന്താ ഡെക്കാൻ പ്ലേറ്റ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ദ സൗത്ത് ഓഫ് ദ സത്പുര റേഞ്ചസ്. ഇവിടെ കാണുന്ന സത്പുര റേഞ്ചസ് അതിന് സൗത്തിലായിട്ട്, വെസ്റ്റേൺ ഗട്ട്സിനും ഈസ്റ്റേൺ ഗട്ട്സിനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. നോർത്തിൽ സത്പുര, മഹാദിയോ, മൈക്കല റേഞ്ചസ് ആണുള്ളത്. അതാണ് നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ റോക്കായിട്ടുള്ള ബസാൾട്ട് റോക്ക്, ലാവ സോൾഡിഫൈ ചെയ്ത കാരണം ഫോം ചെയ്തതാണ് ഇവിടെ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു റീജിയൻ അവിടെ ഉണ്ട്, അതിൻ്റെ പേര് ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്നാണ്. വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്ക് കോൾഡ് ബസാൾട്ട്. ഇത് ഫോം ചെയ്യുന്ന സോയിലിൻ്റെ പേര് ബ്ലാക്ക് സോയിൽ, വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്ക് കാരണം ഫോം ചെയ്യുന്നു. വിളിക്കുന്ന മറ്റൊരു പേര് റഗർ സോയിൽ. ഓക്കെ, ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്, വാട്ടർ റിട്ടൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സമ്മർ സമയത്ത് പോലും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അവിടെ കൂടുതൽ കൃഷി ചെയ്യുന്ന പരുത്തി ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കാറുണ്ട്. മിനറൽസ് ആയിട്ടുള്ള ലൈം, അയൺ, മെഗ്നീഷ്യം, അലുമിനിയം ഒക്കെ ഈ മണ്ണിലുള്ളത് കൊണ്ട് തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ കാണുന്ന സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ മണ്ണിൻ്റെ ഇനത്തിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സൗത്ത് ബൗണ്ടറി കാണപ്പെടുന്ന മൗണ്ടൻ റീജിയനെ പറ്റിയിട്ടാണ്. അതിൻ്റെ പേരാണ് എന്ത്? അതിൻ്റെ പേരാണ് വെസ്റ്റേൺ ഗട്ട്സ്. എന്താണ്? വെസ്റ്റേൺ ഘട്ട്സ്. ഓക്കെ, വെസ്റ്റേൺ ഘട്ട്സ്. അപ്പോൾ എന്താണ് വെസ്റ്റേൺ ഘട്ട്സ്? ഇങ്ങ് ഗുജറാത്ത് മുതൽ ഇങ്ങ് താഴെയുള്ള കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന, ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഏതാണ്ട് 1600 കിലോമീറ്റർ നീളം വരുന്ന ഒരു മൗണ്ടൻ റേഞ്ചാണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഘട്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇവിടെ കാണുന്ന ഡെക്കാൻ പ്ലേറ്റ് അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ വെസ്റ്റ് ഭാഗത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട്സ് ആണ്. ഒരു വശത്ത് അറേബ്യൻ സീ ആണ്, മറുവശത്ത് എന്താണ്? ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയാണ്, ഡെക്കാൻ പ്ലേറ്റുമാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ഗുജറാത്തിൻ്റെ ഭാഗത്തു നിന്ന് താഴോട്ട് വരുന്നതോറും ഇവിടുത്തെ മൗണ്ടൻസിൻ്റെ ഉയരം എന്ത് ചെയ്യും? കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഇടുക്കിയിലുള്ള ഈ പറയുന്ന വലിയ മൗണ്ടൻ പീക്ക്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി. ഓക്കെ, ഇതാണ് ആനമുടി. എവിടെയാണ്? അത് വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ ദോഡാബേട്ട, നമ്മുടെ മഹാരാഷ്ട്രയുടെ ഭാഗത്തുള്ള ദോഡാബേട്ട എല്ലാം എന്താണ്? ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. തമിഴ്നാട്ടിലെ നീലഗിരി, അതുപോലെ ഇപ്പോൾ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ദോഡാബേട്ട, കേരളത്തിലെ ആനമുടിയൊക്കെ പ്രധാനപ്പെട്ട ഇവിടുത്തെ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇനി ഈ വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്ത് ഇവിടെ മലബാർ കോസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ? ഈ കേരളത്തിൻ്റെ ഭാഗത്ത് നമ്മളതിന് ആനമലയെന്നും അല്ലെങ്കിൽ എന്താണ് ഏലമല എന്ന പേരുകളൊക്കെ അറിയപ്പെടാറുണ്ട്. കർണാടകയുടെ ഭാഗത്ത് ഈ മൗണ്ടനെ വിളിക്കുന്ന പേരാണെന്ത്? നീലഗിരി. എന്നാൽ മഹാരാഷ്ട്രയുടെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഈ മൗണ്ടനെ വിളിക്കുന്ന പേരാണെന്ത്? സഹ്യാദ്രി. എന്താണ്? സഹ്യാദ്രി. അപ്പോൾ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വെസ്റ്റേൺ ഘട്ട്സ് ആണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഭാഗത്ത് സഹ്യാദ്രി എന്നും, കർണാടകയുടെ ഭാഗത്ത് നീലഗിരി എന്നും, കേരളത്തിൻ്റെ ഭാഗത്ത് ആനമല, ഏലമല എന്ന പേരുകളൊക്കെ അറിയപ്പെടുന്ന മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ് ആണ്. ഇനി വെസ്റ്റേൺ ഘട്ട്സും സഹ്യാദ്രിക്കും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട പെനിൻസുലാർ നദികളായിട്ടുള്ള നർമ്മദ പറയാൻ പറ്റത്തില്ല, കൃഷ്ണ, ഗോദാവരി, കാവേരി പോലത്തെ നദികളൊക്കെ ഉത്ഭവിക്കുന്ന എവിടെ നിന്നിട്ടാണ്? ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട്സിൽ നിന്നാണ്. അത് വെസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് വലതുവശത്ത് ഈസ്റ്റിലേക്ക് ഒഴുകി എങ്ങോട്ട് പോകും? ബേ ഓഫ് ബംഗാളിലോട്ട് പോയിട്ട് ചേരും. നമുക്കിവിടെ വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെന്ന് പറയുന്ന ഈ നദികളാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്? വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഘട്ട്സിനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചസ് 1600 കിലോമീറ്ററോളം നീളം, ഇവിടെ മുതൽ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ, വിളിക്കുന്ന പേര് വെസ്റ്റേൺ ഘട്ട്സ്.
ഇതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വെസ്റ്റേൺ എഡ്ജ് എന്ന് പറയുന്നത്. ഉയരം താഴോട്ട് വരുന്തോറും കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2, 6, 9, 5 മീറ്റർ ഉയരം. ഇതാണ് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഓക്കെ. ദോഡാബേട്ട 2637 മീറ്റർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പീക്കാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള മൗണ്ടൻസ് ആണ്. കേരളത്തിൽ ആനമലയെന്നും ഏലമലയെന്നും അറിയപ്പെടുന്നു. കർണാടകയിൽ നീലഗിരി എന്നും മഹാരാഷ്ട്രയുടെ ഭാഗത്ത് സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. പെനിൻസുലാർ നദികളുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നതിൽ ഒന്നാണ് എന്ത് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ ഗട്ട്സ് എങ്കിൽ അടുത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന മൗണ്ടൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ എന്താണ് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ് ഇത് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ നമ്മുടേതാ ഈ പറയുന്ന ഓക്കെ ഇതിൽ പല റീജിയൻ ഈ പറയുന്ന ഇവിടെ എഴുതിയേക്കുന്ന കോറോമാൻഡൽ കോസ്റ്റ്, ആന്ധ്ര കോസ്റ്റ്, ഉത്കൽ കോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളത് അടുത്ത വർഷം എന്ത് ചെയ്യും കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മളതിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നോക്കാം നമുക്കിവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒഡീഷയുടെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങ് താഴെ കന്യാകുമാരി വരെ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൗണ്ടൻ ആണേ ഉള്ളത്, മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ഈ ഷെയ്ഡ് കൊടുത്തേക്കുന്നു എന്ന് വെച്ചിട്ട് വേറെ വിചാരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു മൗണ്ടൻ ആണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്. ഈ ഗുജറാത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ റാൺ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങത്തില്ല, ഇവിടുത്തെ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഞാൻ ഷെയ്ഡ് ചെയ്തതിൻ്റെ വെച്ച് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശരി, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഒഡീഷ മുതൽ ഇവിടെ കന്യാകുമാരി വരെ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട മൗണ്ടൻസ് എന്ന് പറയുന്നത് ജവാദി ഹിൽസ്, പാൽക്കൊണ്ട മലൈ, നല്ല മലൈ, മഹേന്ദ്രഗിരിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻസ് എന്ന് പറയുന്നത്. പേരൊന്ന് ഓർത്ത് വയ്ക്കും. ഉയരം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഏതാണ്ട് 800 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഉയരമല്ല, ഞാൻ ഉയരം കമ്പാരിറ്റീവ്ലി കുറവാണ്. ആരോട്ട് നോക്കും വെസ്റ്റേൺ ഗട്ട്സോട്ട് നോക്കുമ്പോൾ 800 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഉയരമല്ല, എന്താണ് അതിൻ്റെ എക്സ്റ്റെൻ്റ് ആണ്. ഈ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള എക്സ്റ്റെൻ്റ് ആണെന്ന് പറയുന്നത് 800 കിലോമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ വെസ്റ്റേൺ ഗട്ട്സ് 1600 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇത് എത്രയാണ് 800 കിലോമീറ്ററേ ഉള്ളൂ. ഈ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ചില ഭാഗത്തൊക്കെ ഈ മൗണ്ടൻ്റെ ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഉത്ഭവിക്കുന്ന പെനിൻസുലാർ നദികളൊക്കെ ഉണ്ടല്ലോ, ഈ മൗണ്ടനെ കട്ട് ചെയ്തിട്ടാണ് എങ്ങോട്ട് പോയി ചേരുന്നത് ബേ ഓഫ് ബംഗാളിലോട്ട് പോയിട്ട് ചേരുന്നത്. അപ്പം ഒരു കുറച്ച് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചസ് ആണ് എന്ത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോവറാണ്, ഉയരം കുറവാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ജവാദി ഹിൽസ്, പാൽക്കൊണ്ട മലൈ, നല്ല മലൈ, മഹേന്ദ്രഗിരിയൊക്കെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. 800 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ഉണ്ട്. ഒഡീഷ മുതൽ തമിഴ്നാട് വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്, കന്യാകുമാരി വരെ. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കട്ട് ചെയ്യുന്ന കാരണം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചസ് ആണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സും ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് നീലഗിരിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, തമിഴ്നാട്ടിലെ നീലഗിരിയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് മൗണ്ടൻസും ഒരുമിച്ച് ചേരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്, ഇനി പറയാൻ ഒരുപാട് പോയിന്റുകളുണ്ട്. ടെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി സെൻട്രൽ ഹൈലാൻഡ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, സെൻട്രൽ ഹൈലാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ആണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. നോട്ട്സ് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് കാണാം. അതുവരെ ബൈ ബൈ.